മന്ദൻ ഗോയിന്ദന്റെ സന്ദേഹങ്ങൾ. നാടകരചനയും സംവിധാനവും ഖാൻ കാവിൽ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ വെൺമണി വിഷ്ണു, ഖാൻ കാവിൽ, കാപ്പിൽ വി സുകുമാരൻ, എസ് രാധാകൃഷ്ണൻ. മന്ദൻ ഗോയിന്ദന്റെ സന്ദേഹങ്ങൾ. സഹൃദയ സുഹൃത്തുക്കളെ, നാടക മത്സരത്തിന്റെ 2ാം ദിവസമായ ഇന്ന് പുത്തൻ പുതിയ മത്സര നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, നിങ്ങൾ റെഡിയല്ലേ? ഞങ്ങൾ നേരത്തെ റെഡി. അപ്പൊ അനൗൺസ്മെന്റ് കൊടുത്തോട്ടെ. ഓ, മത്സരത്തിലെ അടുത്ത നാടകം മന്ദൻ ഗോയിന്ദന്റെ സന്ദേഹങ്ങൾ. നാടകം അവതരിപ്പിക്കുന്ന ആ സംഘത്തിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിബന്ധനയിൽ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ, അതായത് 15 മിനിറ്റിനുള്ളിൽ തന്നെ നാടകം അവസാനിപ്പിക്കേണ്ടതാണ്. വാണിംഗ് ബെല്ലിന് ശേഷം 1 മിനിറ്റിനുള്ളിൽ നാടകം തീർന്നിരിക്കണം. അല്ലാത്ത പക്ഷം മത്സരത്തിൽ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടും. മനസ്സിലായില്ലേ? ഓ, പിന്നെ നാടകത്തെക്കുറിച്ച് പ്രത്യേകിച്ചിട്ട് വല്ല അനൗൺസ്മെന്റോ കാര്യമോ പറയാനോ മറ്റോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ശരി. അമ്മയ്ക്കൊന്ന് ഇങ്ങോട്ട് തന്നാ മതി. എന്റെ വാച്ചിലിപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 46 മിനിറ്റ്. കൃത്യം 5 സെക്കൻഡിനുള്ളിൽ. പ്രത്യേകം ഓർക്കുക, 5 മിനിറ്റല്ല, 5 സെക്കൻഡിനുള്ളിൽ നാടകം ആരംഭിക്കും. ഓരോരുത്തരും സ്വന്തം വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ കറക്കം ശ്രദ്ധിച്ച് അടങ്ങിയിരിക്കുക. ഇതെന്ത് ഏർപ്പാടാണ്? ഹേ, 5 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് സമയം എത്രയായി? ഇതെന്താ വെള്ളരി നാടകോ? ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന സമയം പറഞ്ഞാ പോരെ? ആളെ വിട്ടിയേക്കാം. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞ സമയത്ത് തുടങ്ങിയിട്ടുണ്ടോ ചങ്ങായി? തുടങ്ങുമ്പോ തുടങ്ങട്ടെ. നമ്മള് പാവം ജനങ്ങള് കാത്തിരിക്കാൻ വിധിക്കപ്പെട്ടവരല്ലേ? അങ്ങനെ കാത്തിരിക്കാനൊന്നും പറ്റില്ല. സമ്മതിച്ച്, പ്രിയപ്പെട്ട നാട്ടുകാരെ, സമ്മതിച്ച്. ചെയ്യേണ്ടത് തന്നെ നിങ്ങൾ ചെയ്തു. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തവരോട് ചെയ്യേണ്ടത് എന്തോ അത് തന്നെ നിങ്ങൾ ചെയ്തു. നല്ലത്. പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ, എന്റെ ഈ നാടകം എന്ന് വെച്ചാ ഒരു നേരം പോക്ക് തുടങ്ങാൻ 1/2 മിനിറ്റ് വൈകി, അത്രയല്ലേ ഉള്ളൂ. അതിനാണ് ഈ ബഹളവും അക്ഷമയും ഒക്കെ. 1/2 മിനിറ്റിന് പകരം 1/2 പതിറ്റാണ്ടായില്ലേ? അതാ ആയിരിക്കുന്ന ചെറുപ്പക്കാരൻ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കണത്. വല്ല മുറുമുറുപ്പും ഉണ്ടോ? വാഹനങ്ങൾക്ക് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ്, പരീക്ഷാഫലങ്ങൾക്ക് മാസങ്ങൾ നീണ്ട കാത്തിരിപ്പ്, ജോലിക്ക് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ്, വാഗ്ദത്ത സൗഭാഗ്യങ്ങൾക്ക് യുഗങ്ങൾ നീണ്ട കാത്തിരിപ്പ്. ഈ കാത്തിരിപ്പിലൊന്നും നിങ്ങൾക്കൊരു മടുപ്പുമില്ല, ക്ഷമകേടുമില്ല. എന്റെ നാടകത്തിന് 1/2 മിനിറ്റ് കാത്തിരിക്കേണ്ടി വന്നതിലാണ് അമർഷം. ഏതായാലും അതിനി വൈകിക്കുന്നില്ല. അല്ല, നിങ്ങൾ തയ്യാറാണോ? തുടങ്ങിക്കൂടെ? നമുക്ക് തുടങ്ങിക്കൂടെന്ന് അഭിനയം വന്ന് മുട്ടി നിൽക്കുക. വലിച്ചൂടെ അങ്ങോട്ട് കർട്ടൻ. എന്നാ പ്രധാന കഥാപാത്രത്തെ ഇങ്ങോട്ട് എഴുന്നള്ളിക്ക്. അല്ല, ഏത് സങ്കേതത്തിൽ വേണം പ്രവേശനം? എന്തോന്ന് തിരിഞ്ഞില്ല? അതായത് ഈ രീതി: പുവർ, ക്രൂവൽ, ഫോക്ക്, റിയൽ, ഫാന്റസി, റുഡോസ്കി, സ്റ്റാനിസ്ലോസ്കി, തനത്. ഇതിൽ ഏത് രീതിയിൽ വേണമെന്ന്? സംവിധായക, സരസകുമാര,
നിന്റെ ഈ തിയേറ്ററിക്കൽ ടെർമിനോളജി ഒക്കെ തൽക്കാലം ചുരുട്ടി കെട്ടി ആ സൈഡ് കർട്ടന്റെ മൂലയിൽ എങ്ങാനും വെക്ക. രംഗപ്രകാശനം സംവിധായകൻ എന്ന നിലയ്ക്ക് എന്റെ ചുമതലയാണ്. ആ നിലയ്ക്ക് നാടകത്തെ ഗൗരവബുദ്ധിയാ സമീപിക്കുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ ആവിഷ്കരിക്കുന്ന രംഗരൂപത്തിന്റെ രീതി ഒന്ന് മിണ്ടാതെ കേടോ. കൃത്തെ പിണക്കം എന്ന നാടകസന്ധിയിലാണ് സംവിധായകന്റെ ആ ഡയലോഗ് ചെന്ന് അവസാനിക്കുക. സംവിധായകനില്ലെങ്കിൽ പിന്നെ ഒരു കുന്തോ ഇല്ല. ഇപ്പൊ രംഗത്ത് പോകേണ്ടത് ഞാനല്ലേ, ഈ മാന്തൻ കോയിന്നൻ. ഞാൻ പോയിക്കോളാം. സംവിധായക, എന്നെ സൃഷ്ടിച്ചത് മൂപ്പര, നാടകകൃത്ത്, കൃതജ്ഞദാസൻ. നീയല്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു കോറസായി മാറും. ഇപ്പോഴത്തെ നാട്ടു നടപ്പനുസരിച്ച്, അല്ല നാടക നടപ്പനുസരിച്ച് പാട്ടുപാടി താളം ചവിട്ടി എന്നെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചോ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്നാ അങ്ങനെ ചെയ്യാം. കൂമ്പൻ കോമാളിത്തൊക്കെ ഉണ്ടല്ലോ, ഒന്നുകൂടെ ചെരിച്ച് ഫിറ്റാക്കി ഇങ്ങനെ മതി. പിന്നെ അരിമാവ് കൊണ്ടുള്ള മുഖത്തെഴുത്ത് ഇത്തിരി കൂടിയെന്നൊരു സംശയം. സാരമില്ല, വിധിയാവണ്ണം തുടങ്ങ്. മുഖ്യകഥാപാത്രം മന്ദം കോയിന്തനെഴുന്നള്ളുന്നു, മുഖ്യകഥാപാത്രം മന്ദം കോയിന്തനെഴുന്നള്ളുന്നു, മുഖ്യകഥാപാത്രം മന്ദം കോയിന്തനെഴുന്നള്ളുന്നു. തകിട 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 തന്ത, തങ്കിട തകിട തങ്കര തകിട തങ്കിട തകിട തന്ത, തിന്തക തകിട തിന്തക തകിട തിന്തക തകിട തിന്ത. മന്ദരാണേ വെറും മന്ദരാണേ വെറും മന്ദരാണേ വെറും മന്ദൻ, മന്ദരാണേ വെറും മന്ദരാണേ വെറും മന്ദരാണേ വെറും മന്ദൻ. സന്ദേഹമേറും ഈ മന്ദന് കാര്യങ്ങൾ എന്തിലും സംശയമാണ്, സന്ദേഹമേറും ഈ മന്ദന് കാര്യങ്ങൾ എന്തിലും സംശയമാണ്. മന്ദനാണേ മഹാമന്ദനാണേ മഹാമന്ദനാണേ മഹാമന്ദൻ, മന്ദനാണേ മഹാമന്ദനാണേ മഹാമന്ദനാണേ മഹാമന്ദൻ. വങ്കനാണേ പെരും വങ്കനാണേ പെരും വങ്കനാണേ പെരും വങ്കൻ, വങ്കനാണേ പെരും വങ്കനാണേ പെരും വങ്കനാണേ പെരും വങ്കൻ. ആവൂ എന്റെ മാന്ത, ഒടുവിൽ നീ രംഗത്തെത്തിയല്ലോ. നാടകകൃത്ത് എന്ന നിലയിൽ ഞാൻ ധന്യനായി. എന്റെ സർഗഭാവനയുടെ മൂശയിൽ നീ കരുപ്പിടിച്ചു വന്ന സൃഷ്ടിയുടെ അന്തരാള ഘട്ടത്തിൽ ഞാൻ അനുഭവിച്ച നോവ്, ചോരയും നീരുമുള്ള കഥാപാത്രമായി നീ അരങ്ങിൽ നിൽക്കുമ്പോൾ ആത്മസാക്ഷാത്കാരമായി മാറുകയാണ്. ഇനി ആ എഴുതി വെച്ച മൊഴികൾ തെറ്റാതെ ഉരിയാടി നീ തകർത്താട്. അതിന് കഥാപാത്രത്തെ വേറെ നോക്കണം. കൃത്തേ, എന്നെ സൃഷ്ടിച്ചതോടൊപ്പം ഞാൻ തമ്മിലുള്ള ബന്ധം തീർന്നു. എനിക്ക് ഇഷ്ടമുള്ള ഡയലോഗേ ഞാൻ പറയൂ. പൊന്നു മാന്ത, മാനസപുത്ര. എന്റെ ചുണ്ടിലൊരുങ്ങാത്ത വാചകങ്ങൾ, എന്റെ മനസ്സിന് പിടിക്കാത്ത ആശയങ്ങൾ നിങ്ങൾ ഇതൊക്കെ എഴുതി വെച്ചിരിക്കും. അത് എന്നെ കൊണ്ട് ഛർദിപ്പിക്ക, അതെനിക്ക് ഇഷ്ടമല്ല. സംവിധായക, വീണ്ടും പ്രതിസന്ധി. ഒരു സന്ധിയില്ല. കൃത്യം സംവിധായകൻ ഒന്ന് മാറി നിന്നാ മതി. അരങ്ങിലെ രാജാവ് ഞാനാ. അതെ, അരങ്ങെ ഭരിക്കുന്നത് നടന്മാരാ. എന്നാ പിന്നെ നമുക്കങ്ങ് തുടങ്ങാം. നാടകത്തിന് കൃത്തു കൊടുത്ത പേര് മാറ്റണോ? മന്ദൻ ഗോവിന്ദന്റെ സന്ദേഹങ്ങൾ. അതായത് മന്ദൻ ഗോവിന്ദന്റെ ഏതാനും സംശയങ്ങൾ. അല്ല മന്ദ, നമുക്കിതൊരു ചോദ്യോത്തര രൂപത്തിൽ അങ്ങ് കൈകാര്യം ചെയ്യാം. മതി, സോക്രട്ടീസും ശിഷ്യന്മാരും എന്ന പോലെ. ആട്ടെ, എന്താ നിന്റെ ഒന്നാം സംശയം? സംശയം, നമ്മളിൽ ചിലര് സോപ്പ് വാങ്ങുന്നതും നമ്മളിൽ ചിലർ ചില ആദർശങ്ങൾ സ്വീകരിക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? ഇതാണ് എന്റെ ഒന്നാം സംശയം. സോപ്പും ആദർശവും. സോപ്പ് പോലെയാണോ ആദർശം? ആദർശം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സമൂലമായി സംസ്കരിച്ച് അവന്റെ സർവതോമുഖമായ വ്യക്തിത്വ വികാസത്തിലൂടെ നന്മയെ അധിഷ്ഠിതമായ ഒരു സ്വതന്ത്ര സ്ഥിതിയുടെ സൃഷ്ടി മുന്നിൽ കണ്ടുകൊണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അതാണോ?
നിങ്ങൾ പരസ്യം കാണാറില്ലേ? കേൾക്കാറില്ലേ? വായിക്കാറില്ലേ? ഇന്ന സോപ്പ് തേച്ചാ ഇന്ന ഗുണം, ഇന്ന പേസ്റ്റ് ഉപയോഗിച്ചാ ഇന്ന ഗുണം. ഈ ഗുണപ്രകീർത്തനങ്ങൾ ഗാനമായും നൃത്തമായും നാടകമായും മറ്റ് കാക്കത്തൊള്ളായിരം രീതിയിലും നമ്മുടെ മനസ്സിലേക്ക് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചിലരെങ്കിലും സോപ്പ് വാങ്ങുന്നത് പരസ്യത്തിൽ വിശ്വസിച്ചിട്ട് ഗുണമേന്മ നോക്കിയിട്ടല്ലെന്ന് ഈ പരസ്യത്തിന്റെ മറ്റൊരു വകഭേദം നോക്ക്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ചേർന്നാൽ ഇന്ന ഗുണം, ഞങ്ങളുടെ ആദർശത്തിന് ഇന്ന മെച്ചം, ഞങ്ങളുടെ സംഘടനയിൽ വന്നാൽ ഇന്ന ഗുണം. ഈ ഗുണങ്ങൾ പ്രചരണങ്ങളുടെ രൂപത്തിൽ പരസ്യത്തിന്റെ മറ്റൊരു വകഭേദമായി നമ്മുടെ കാതിലെത്തുന്നു, മനസ്സിലെത്തുന്നു. സോപ്പ് കമ്പനിക്കാരന്റെ പരസ്യം പോലെ. രണ്ടിലും ചിന്താശക്തിയില്ലാത്ത ഉപഭോക്താവ് ചൂഷണം ചെയ്യപ്പെടുന്നു. ഗോവിന്ദൻ പറഞ്ഞതിൽ കാര്യമില്ല. ഗുണനിലവാരം അറിയാതെ സോപ്പ് വാങ്ങുന്ന മാതിരി പ്രചരണത്തിൽ വിശ്വസിച്ച് സ്വതന്ത്ര ചിന്തയെ ഞെക്കി കൊന്ന്. അപ്പൊ സംഭവം ഗോവിന്ദൻ പറഞ്ഞതിൽ ചെറിയ കാര്യമുണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞതൊന്നും ആരും അറിയണ്ട. അപ്പോ ഞങ്ങൾ ഈ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലെന്ന് വെച്ചോ. ആ ഗോവിന്ദൻ പറഞ്ഞതും അത്ര കാര്യാക്കണ്ട. കാരണം മന്ദനാണ് വെറും മന്ദനാണ് വെറും മന്ദനാണ് വെറും മന്ദൻ. സന്ദേഹമേറുമീ മന്ദന്റെ കാര്യങ്ങൾ എന്തിലും സംശയമാണ്. മന്ദനാണ് വെറും മന്ദനാണ് വെറും മന്ദനാണ് വെറും മന്ദൻ. ആട്ടെ ഗോവിന്ദ, എന്താ നിന്റെ രണ്ടാം സംശയം? പറയാം. അതിനു മുമ്പ് നിങ്ങൾ ആ വിലാപം ഒന്ന് ശ്രദ്ധിക്ക്. എവിടെ എന്റെ ഗ്രാമഭൂമി, എവിടെ എന്റെ ഹരിതഭൂമി, എവിടെ എന്റെ ഗ്രാമഭൂമി, എവിടെ എന്റെ ഹരിതഭൂമി, എവിടെ എന്റെ പൂവിലഞ്ഞി പൂത്ത സന്ധ്യകൾ, എവിടെ ഞങ്ങൾ പൂവിളിച്ചൊരോണ നാളുകൾ. കേട്ടില്ലേ കൂട്ടര് ചങ്കുപൊട്ടി പാടുന്നതും പറയുന്നതും? കേട്ടു. നഷ്ടപ്പെട്ട ഗ്രാമജീവിതത്തിന്റെ ഇത് തന്നെയാ എന്റെ രണ്ടാമത്തെ സംശയം. ഈ കരച്ചിൽ ആത്മാർത്ഥമോ ജാടയോ എന്ന് പറഞ്ഞാൽ കവിയും കഥാകൃത്തും എഴുത്തുകാരനും സാഹിത്യകാരനും ഒക്കെ ഈ നിലവിളിയാണ്. എനിക്കെന്റെ ഗ്രാമം പോയി, എനിക്കെന്റെ ഓണം പോയി, എനിക്കെന്റെ കിളി പോയി, എനിക്കെന്റെ നക്ഷത്രം പോയി. നഷ്ടപ്പെട്ട ഗ്രാമ സൗഭാഗ്യത്തെ ഓർത്ത് എവിടെ നിന്നാണെന്നോ ഈ വിലാപം? നഗരവനങ്ങളിൽ കെട്ടിപ്പൊക്കിയ കോൺക്രീറ്റ് കൂനയുടെ കുംഭഗോപുരത്തിൽ നിന്ന്. ആര് പറഞ്ഞു ഇവരോട് ആ ഗ്രാമം വിട്ട് ഇങ്ങോട്ട് പോരാൻ? എന്തിനാ വേരുകൾ അറുത്തു? അതോ ഉയർച്ചയുടെ പടവുകൾ തേടി സന്തതികൾക്ക് മമ്മി ഡാഡി സംസ്കാരം നേടാൻ. മടിയിലിരുത്തിയ പോമറേരിയൻ പട്ടിയുടെ കുഞ്ചിരോമങ്ങൾ തടവി താലോലിച്ച് മോട്ടോർ കാർ രഥങ്ങളിൽ നഗരം ചുറ്റാൻ, നഗരത്തിലെ നേതൃമാന്യരാവാൻ. എന്നിട്ടും പാടുന്നു എനിക്കെന്റെ ഗ്രാമം പോയി, എനിക്കെന്റെ ഓണം പോയി, എനിക്കെന്റെ കിളി പോയി, എനിക്കെന്റെ നക്ഷത്രം പോയി. ഇതൊരു തരം ജാടയല്ലേ എന്നാണ് എന്റെ രണ്ടാമത്തെ സംശയം. ശരിയാ. ഈ വരത്തന്മാരായി നഗരത്തിലെത്തിപ്പെട്ട ഈ വിലാപക്കാരെങ്കിലും തിരിച്ച് ഗ്രാമത്തിൽ ചെന്ന് വീട് വെക്കാറുണ്ടോ? മാത്രമോ, ഗ്രാമീണനോട് പുച്ഛം. കൺട്രി ഫെല്ലോ, റൂറൽ ബ്രീഡ്. വല്ലപ്പോഴും നാട്ടിൻ പുറത്തു നിന്നെത്തുന്ന മുത്തച്ഛനെയും മുത്തശ്ശിയെയും സ്റ്റഫ് ചെയ്ത് ഷോക്കേസിൽ സൂക്ഷിച്ചാൽ സൗകര്യമായെന്നിവരുടെ വിരക്കിടാങ്ങൾ. മന്ദൻ പറയുന്നതിൽ കാര്യമില്ലാതില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ ഇതൊന്നും കാര്യമാക്കണ്ട. കാരണം കോയിന്നൻ അതാ, ഇതാണ് എന്റെ മൂന്നാമത്തെ സംശയം. അനുവദിക്കപ്പെട്ട കാലത്തിന്റെ പരിധിയിൽ മനുഷ്യന് പറയാനുള്ളത് മുഴുവൻ പറയാനും കേൾക്കാനുള്ളത് മുഴുവൻ കേൾക്കാനും കഴിയുമോ എന്ന്. മന്ദൻ ഗോയിന്ദന്റെ സന്ദേഹങ്ങൾ ലഘുനാടകം സമാപിക്കുന്നു. നാടകരചനയും സംവിധാനവും ഖാൻ കാവിൽ.
കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ വെൺമണി വിഷ്ണു, ഖാൻ കാവിൽ, കാപ്പിൽ വി സുകുമാരൻ, എസ് രാധാകൃഷ്ണൻ.